ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ക്യാൻഡ് ട്യൂണ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഈ ടി വിയിലും വീഡിയോയിലും എല്ലാം കണ്ടിട്ടുള്ളൂ, സിനിമയിലൊക്കെ. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെന്താണ് സംഭവം, ചീറ്റിപ്പോവോ, നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞൂടല്ലോ. രണ്ടും കൽപ്പിച്ചങ്ങ് വാങ്ങിച്ചു. അറൗണ്ട് 150 rupees എന്തോ ആയെന്ന് തോന്നുന്നു. പ്രിപ്പറേഷൻ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കി, അതിൽ ആരൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണുന്നത് പോലെ നമ്മുടെ കോളം ജംഗ്ഷനിലെ ഷമീറിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ക്യാരറ്റിൻ്റെ മലയാളം എന്താണ് അറിഞ്ഞൂടാ. ഓക്കെ, പിന്നെ ഇതാണ് എൻ്റെ മാന്ത്രിക ഡിവൈസ്. ആടിപ്പൊളി സാധനം കേട്ടോ. ഇത് സംഭവം നമ്മുടെ ഇവിടുന്ന് വാങ്ങിച്ചാണ്, നന്ദിലത്ത് ജി മാർട്ടോ, അവിടെ കണ്ട് 150 രൂപയ്ക്കകത്ത് എന്തോ ഉള്ളു ഈ സംഭവം. എല്ലാ സാധനവും നമ്മുടെ മസിൽ പവർ വെച്ച് ഇതേപോലെ പൊടിച്ച് സെറ്റാക്കാം. ഞാൻ വിചാരിച്ച് 2-3 മാക്സിമം 1 മാസത്തിനകത്ത് പൊട്ടിപ്പോകുന്നു. പക്ഷേ ഇതുവരെ പൊട്ടിയില്ല. അടിപൊളി സാധനം. അപ്പോൾ ക്യാരറ്റ്, പിന്നെ നമ്മൾ ചട്ടി, ഇത് പഴയ ലെജൻഡറി ചട്ടിയാണ്. എൻ്റെ പ്രായമുണ്ട്, പണ്ട് മുതലേ തലമുറയായിട്ട് കൈമാറി വന്ന ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പ്ലസ് ഈ ക്യാരറ്റൊക്കെ എടുത്തിട്ട്, പിന്നെ നെക്സ്റ്റ് ടൊമാറ്റോ, തക്കാളി. തക്കാളിയും വാങ്ങിച്ചത് അതെ കോളം ജംഗ്ഷനിലെ ഷമീറിൻ്റെ കടയിൽ നിന്നാണ്. അപ്പം തക്കാളി എടുത്ത് ആ മാന്ത്രിക പെട്ടിക്കകത്തിട്ട് ഞാനെടുത്ത് ഇതേപോലെ തന്നെ എന്താ പറയണം, അങ്ങ് അടിച്ച് ആക്കി. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഈ ക്യാൻഡൂണ ഇട്ട് ഈ സംഭവം ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ഐഡിയ ഇല്ല, ഇത് ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോരുത്തർ യൂറോപ്പിലും മറ്റേ അമേരിക്കയിലൊക്കെ ഉള്ള ഇംഗ്ലീഷുകാരന്മാരൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയില്ല, അത് നമ്മളെ കൊണ്ട് നടക്കാത്ത കേസ്. പറ്റും, പക്ഷെ അതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതൊക്കെ വേറെ വൈബാണ്. ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു കേരള ടച്ചും കൂടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മനസ്സിലായില്ല, അതൊക്കെ ഇട്ടൊന്ന് ചതച്ച്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ട്യൂണ എന്ന് പറയുമ്പോൾ ചൂരയാണ്. അപ്പോൾ ഈ ക്യാൻഡ് ട്യൂണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂര അവന്മാർ പിടിച്ച് പെട്ടെന്ന് തന്നെ ഫ്രീസ് ചെയ്ത്, മനസ്സിലായില്ലേ, അവന്മാരുടേതായ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് സെമി കുക്ക്ഡോ അങ്ങനെ എന്തോ ആണ് ഈ സംഭവം. അപ്പോൾ അതിന് നമ്മളെടുത്ത് നമ്മളേതായ ഒരു പ്രിപ്പറേഷൻ ചെയ്യണമല്ലോ. അങ്ങനെയാണ് ഇത്. ചില ആൾക്കാരൊന്നും വേറെ അധികം കുക്കൊന്നും ചെയ്യാതൊക്കെ കഴിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് അതൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ ഞാൻ ഇനിയും വാങ്ങിക്കും, അതാണ് എൻ്റെ പ്ലാൻ. കാരണം കമ്മിങ് ടു ഇറ്റ്, ഉള്ളിയും പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കമ്മിങ് ടു ദി പോയിന്റ്, ഇത് 100 gram ട്യൂണ എന്ന് പറയുന്നത് അതിനകത്ത് അറൗണ്ട് 20 to 25 gram പ്രോട്ടീൻ ഉണ്ട്. ഇറ്റ് ഈസ് റിച്ച് ഇൻ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അത് റിയലി നൈസാണ്. പിന്നെ ഈ നമ്മൾ ഈ ചൂര കഴിച്ചു കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, ചൂര കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ആ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഒമേഗ 3 ആണ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് റിയലി ഗുഡ് ഇഫ് യു ആർ വർക്കിംഗ് ഔട്ട്, ഇഫ് യു റിയലി നീഡ് എക്സ്ട്രാ പ്രോട്ടീൻ ഓർ സംതിങ്. 100-150 രൂപയ്ക്ക് കിട്ടും. നൈസ് പ്രോട്ടീൻ സോഴ്സാണ്. നമ്മളിതെല്ലാം എടുത്തിട്ട് നമ്മുടെ ലെജൻഡറി ചീനിച്ചട്ടിയിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വേവിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, പിന്നെ അടുത്തത് മസാല ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് കുറേ പെപ്പർ, പിന്നെ കുറച്ച് സോൾട്ട്, പിന്നെ മറ്റേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം, അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഒരു നോർമൽ നമ്മൾ പൊതുവെ വീട്ടിലിടുന്ന സംഭവം ഉണ്ടല്ലോ, അതും കൂടെ ഒക്കെ ആക്കിയിട്ടപ്പോൾ നൈസായി. അതാണ് ഗൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് മീറ്റ് ട്യൂണ, ടേസ്റ്റി നിബിൾ, മെയ്ഡ് ഇൻ ആലപ്പുഴയാണ്, വിശ്വസിക്കുമോ? അടിപൊളി അല്ലേ സംഭവം. എക്സ്പോർട്ടാണ്, നമ്മുടെ നല്ല ചൂരയൊക്കെ എക്സ്പോർട്ട് അടിച്ച് വിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് കൂൾ പ്ലേസിൽ അറൗണ്ട് 5 വർഷമൊക്കെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, ഐ തിങ്ക് സോ. പിന്നെ ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തം അങ്ങ് ഉപയോഗിച്ച് തീർത്തോണം. ഇത് വെച്ചോണ്ടിരിക്കുകയല്ലേ, അത്രയ്ക്കൊന്നും ഇല്ല. ഒരു 2 പേർക്ക് കഴിക്കാനുള്ള സെറ്റപ്പ് അത് തന്നെ. ഇത് എങ്ങനെ പൊട്ടിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ സാധാരണ മറ്റേ ക്യാൻ ബിയർ പൊട്ടിക്കുന്ന പോലെ അങ്ങ് പൊട്ടിച്ച്. പക്ഷെ അങ്ങനെയല്ല, ഇത് വേറെ എന്തോ വൈബാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഒന്നാമത് ഈ ഇടയ്ക്ക് മറിഞ്ഞടിച്ച് വീണോണ്ടേ കൈയൊക്കെ ഇത്തിരി മുറിഞ്ഞു. അപ്പോൾ അത് കാരണം മൊത്തത്തിലുള്ളൊരു പവർ ഇല്ല. എനിക്കൊന്ന് ഇതെന്തോ വെച്ച് എന്തോ ചെയ്യണം. പിന്നെ ഞാൻ കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊട്ടി വന്നു. നോ വറീസ്. പിന്നെ ബാക്ക് ടു ദി ബേസിക്സ്. കത്തിയെടുത്തു, കൈ കീറിപ്പോവാതെ, കാരണം സമയം ദോഷമാണ്.
വളരെ മോശം സമയമാണ് എനിക്ക്. 2 മാസം മുമ്പ് ഫുട്ബോളിൽ ചവിട്ടി വന്ന് വീണ് കാല് മുറിഞ്ഞ് സ്ലിപ്പർ ഇട്ടുകൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പോയി. 2-3 ആഴ്ച മുമ്പ് ഹൈവേയിൽ പന്ന തെണ്ടികൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെ ഡ്രെയിനേജ് വർക്കായില്ല, വെള്ളം കെട്ടിക്കിടന്ന് സ്കൂട്ടറിൽ പോയി തെന്നി മറിഞ്ഞടിച്ച് വന്ന് വീണ് കൈയും മുട്ടും എല്ലാം മുറിഞ്ഞ് ആകെ പരിതാപകരമായ സിറ്റുവേഷനാണ്. അതിൻ്റെ ഇടയിൽ ഇനി കത്തിയും കൊണ്ട് മുറിയാൻ വയ്യ. യെസ്, സോ ഇതാണ് സംഭവം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഈ സംഭവം കണ്ടു. ഇതിൽ കുറച്ച് ലിക്വിഡുണ്ട്. ചില ആൾക്കാർ ലിക്വിഡ് കളയും. ഞാൻ വിചാരിച്ച് എന്തിന് കളയുന്നത്, ഫുള്ള് omega-3 അല്ലേ, കളയണ്ടല്ലോ, മാക്സിമം കിടക്കട്ടെ, നാച്ചുറൽ ഒമേഗ. ഞാൻ അങ്ങ് തട്ടി അതും കൂടെ. പക്ഷെ നോ വറീസ്, സീനില്ല. പിന്നെ എന്താ പറയണ, പിന്നെ സ്മെല്ലൊന്നുമില്ല കേട്ടോ. തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര മീനിൻ്റെ നാറ്റ് വരുന്നു, അങ്ങനെയൊന്നുമില്ല. നോർമൽ ട്യൂണയുടെ മണം. നമ്മുടെ വീട്ടിലിപ്പം കടയിൽ നിന്നൊക്കെ മീനൊക്കെ കൊണ്ടുവന്ന് വെട്ടത്തില്ല, അത്ര ആ ഒരു മണം. പിന്നെ അത്രയ്ക്കും മറ്റേ ഇൻറ്റൻസ് ഫിഷിൻ്റെ മണമൊന്നുമില്ല. നൈസാണ്. പിന്നെ എല്ലാവർക്കും ഒന്നും പിടിക്കില്ല, മനസ്സിലായില്ലേ. ഒരു പൊച്ചയ്ക്ക് മറ്റേ കടലിൽ നിന്ന് പൊങ്ങി നേരെ ബോട്ടിൽ വന്ന് അതോടെ നേരെ അടുക്കള വരണമെന്ന് കൺസെപ്റ്റുള്ള ആൾക്കാർക്കൊന്നും ഒന്നും പിടിക്കത്തൊന്നുമില്ല. ഒരാരാണോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ മോനെ ഒരു മണമുണ്ട് കേട്ടോ, അടിപൊളി. അപ്പുറത്തെ വീട്ടിലെ പൂച്ച വരെ വന്ന് നിന്ന്, വേറെ വൈബ് മണമായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് എന്തോ പൊടിയാണ്, പെരുംജീരകമാണെന്ന് തോന്നിയ, പെരുംജീരകം, പിന്നെ പെപ്പർ, മഞ്ഞപ്പൊടി, അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് നേരം അങ്ങ് അടച്ചു വെക്കും. നമുക്ക് വേണ്ട, കാരണം ഇത് മൊത്തത്തിലൊന്ന് ഈവനായിട്ടേ ചെയ്യാം. ഇത് ഈ എയർ ഫ്രയറിനകത്ത് വെച്ച് ഓവനിലൊക്കെ വെച്ച് ചെയ്യാനുള്ള പല പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി പരീക്ഷിക്കുന്ന സംഭവം. ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി റോളില്ലേ, ചപ്പാത്തി റോളായിട്ട് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്തെ ഫില്ലിങ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചത്. നൈസായിരിക്കും എന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ ആക്ച്വലി നൈസായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതല്ലേ, ഞാൻ കഴിച്ചിട്ട് 2 ദിവസമായി. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, മനസ്സിലായില്ലേ. പക്ക നോക്കി ചിരിക്കുന്നുണ്ടോ, അടിപൊളി. ഞാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ അടിയിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒഴിക്കണം. പിന്നെ നമ്മൾ ഈ എണ്ണയ്ക്ക് അറിയാമല്ലോ, എണ്ണയ്ക്കെതിരാണ്. അതുകൊണ്ട് അധികം എണ്ണ, ഇപ്പോൾ വെളിച്ചെണ്ണയുടെയൊക്കെ വില അത് അതിൻ്റെ അപ്പുറം. സൺഫ്ലവർ ഓയിലാണെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചും കൂടാ. മുട്ടയില്ലാതെ എന്ത് സന്തോഷം എന്ന് പറയുന്നത് പോലെ 2 മുട്ട എടുത്ത് അതും കൂടെ പൊട്ടിച്ചൊഴിച്ച്. ഇതൊന്നും ഒരു യൂട്യൂബിൽ വീട്ടിലും കണ്ടതൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ സ്വന്തം പ്ലാനാണ്. ഞാനും ഉണ്ടായിരുന്നു, സിസ്റ്ററും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇംപ്രൊവൈസ് ചെയ്ത് നമ്മൾ തന്നെ ചെയ്ത പരിപാടിയാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, മുട്ട കൊണ്ടുണ്ടെങ്കിൽ സെറ്റാണ്. കാരണം ഫിഷും മുട്ട എന്നൊക്കെ പറയുമ്പോൾ യാടെ പ്രോട്ടീൻ, മനസ്സിലായില്ലേ. ഒരു സെർവിങ്ങിന് ബൈസെപ്സൊക്കെ പമ്പ് ചെയ്ത് വരണം. പക്ക കുറച്ച് എല്ലാം സെറ്റായി. കാരണം ഫിഷ് ഓയിലും എല്ലാ ഓയിലും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മീല് സെറ്റാവും. പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫൈബർ എല്ലാം അടിപൊളി. അപ്പോൾ അതാണ് സീൻ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ, അപ്പോൾ പണ്ട് സൺഫ്ലവർ ഓയിൽ കിടിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം മനസ്സിലായി സൺഫ്ലവർ ഓയിൽ എല്ലാം തേപ്പാണെന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒലിവ് ഓയിലാണെങ്കിൽ ലോകത്തില്ലാത്ത വില. എല്ലാം മൊത്തത്തിൽ മോണ്ടിയാണ്. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കാണെങ്കിൽ അതിനെക്കാട്ടി വില. എന്ത് ചെയ്യുമെന്തോ. പിന്നെ നോൺ സ്റ്റിക്കിൽ ഒന്നും ചെയ്യലെന്നും പറഞ്ഞു, അതതിൻ്റെ അപ്പം. സോ യെസ്, പിന്നെയും കുറച്ച് വെജിറ്റബിൾസ് എടുത്തു, ഞാനിങ്ങനെ വെച്ചു. ഇതാണ് എൻ്റെ ചപ്പാത്തി സെറ്റ്. കൈയൊക്കെ മുറിഞ്ഞിരിക്കണുണ്ടോ, ഇപ്പോൾ എല്ലാം ഒന്ന് ഹീലായി പറഞ്ഞേ ഉള്ളൂ. സംഭവം എടുത്ത് കുറേ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, അത്യാവശ്യമില്ലേ. ഇതിപ്പം ഞാനും അനിയത്തിയും കഴിച്ച്, ഞാൻ പിന്നെ അവസാനം ഫിനിഷ് ചെയ്യാൻ വേണ്ടി 2-3 ചപ്പാത്തിയും കൂടെ എക്സ്ട്രാ കഴിച്ചു. അടിപൊളി. ഓ മാൻ, എനിക്ക് പിന്നെയും കഴിക്കാൻ കൊതിയാവുന്നു ഇത് കാണുമ്പോൾ. വേറെ ലെവൽ. നമ്മളിതിൽ വലിയ എക്സ്പെർട്ടൊന്നും അല്ല, നമ്മൾ വലിയ ഷെഫൊന്നും അല്ല, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ സന്തോഷം. ഐ ലവ് ഇറ്റ് ഗൈസ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളിയാണ്. ഫിഷൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് എ ട്രൈ. ഈ ആ ഒരു പ്രൈസിനൊക്കെ നമുക്കില്ലേ ഒതൻറ്റിക് ആയിട്ട് നമ്മുടെ കേരള സ്റ്റൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. ഞാൻ ഗ്യാരണ്ടി പക്ക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇതുവരെ കണ്ടവർക്ക് നന്ദി, നമസ്കാരം. ടേക്ക് കെയർ.